Hello students, welcome to Children's Maths Corner. Welcome to Maths class for 9th standard. Circles continuing. Here we can see a triangle here with the three vertices, and I just draw a circle passing through these three vertices. ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ആ ട്രയാങ്കിളിൻ്റെ 3 വെർട്ടിസസിലൂടെയും പാസ് ചെയ്യുന്ന ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്. Now if I draw a perpendicular bisector for the first side of the triangle, that means this side is one of the chord of the circle. ഇത് ട്രയാങ്കിളിൻ്റെ ഒരു സൈഡാണ്, സർക്കിളിനെ സംബന്ധിച്ചിടത്തോളം ഒരു കോഡാണ്. അപ്പോൾ ആ കോഡിന് ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുന്നു. പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 90 ഡിഗ്രി ഉണ്ടാക്കുന്നത്, അതുപോലെ ഇതിൻ്റെ സെൻറ്ററിലൂടെ പാസ് ചെയ്യുന്ന അതിനാണ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറയുന്നത്. അതുപോലെ വേറൊരു സൈഡിന് ഞാൻ വരക്കുന്നു. നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്, സർക്കിളിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു കോഡിന് വരക്കുന്ന പെർപെൻഡിക്കുലർ ബൈസെക്ടർ സർക്കിളിൻ്റെ സെൻറ്ററിലൂടെ പാസ് ചെയ്യും. അതുപോലെ രണ്ടാമത്തെ കോഡിന് വരക്കുന്ന പെർപെൻഡിക്കുലർ ബൈസെക്ടറും സർക്കിളിൻ്റെ സെൻറ്ററിലൂടെ പാസ് ചെയ്യും. എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ബൈസെക്ടറും മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും സർക്കിളിൻ്റെ സെൻറ്റർ. അപ്പോൾ when you draw two perpendicular bisectors for these two sides, അപ്പോൾ ഇതിൽ ഈ ട്രയാങ്കിളിൻ്റെ ഏതെങ്കിലും രണ്ട് സൈഡിന് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചാൽ, എങ്ങനെയാണ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരക്കുന്നത് നമുക്കറിയാം. കോമ്പസ് ഉപയോഗിച്ച് വരക്കാൻ പറ്റും. കോമ്പസ് ഉപയോഗിച്ച് ഈ പോയിന്റ് സെൻറ്ററായി ഈ ലൈനിൻ്റെ പകുതിയേക്കാൾ കൂടുതലെടുത്ത് ഇവിടെ ഒരു ആർക്ക് വരക്കുക, അതുപോലെ ഇവിടെ ഒരു ആർക്ക് വരക്കുക. അതേ അളവിൽ ഈ പോയിന്റിൽ നിന്ന് ആർക്ക് വരച്ചാൽ 2 പോയിന്റ്സ് കിട്ടും. ആ 2 പോയിന്റ്സും ജോയിൻ ചെയ്താൽ നമുക്കൊരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ കിട്ടും. അതുപോലെ ഈ സൈഡിനും വരക്കാം. അപ്പം അങ്ങനെ വരക്കുന്ന 2 പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് എവിടെയാണോ മീറ്റ് ചെയ്യുന്നത്, ആ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും സർക്കിളിൻ്റെ സെൻറ്റർ. അപ്പോൾ ഈ സെൻറ്റർ നമ്മളെടുത്ത് ഈ സെൻറ്ററിൽ നിന്ന് ഇതിലേതെങ്കിലും ഒരു പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് കോമ്പസിലെടുത്ത് നമുക്കൊരു സർക്കിൾ ഇതുപോലെ വരക്കാൻ പറ്റും. സോ that circle passes through 3 vertices of the triangle. That circle is called the circumcircle and its center is called the circumcenter. ആ സെൻറ്ററിനെയാണ് സർക്കംസെൻറ്റർ എന്ന് പറയുന്നത്. അങ്ങനെ വരക്കുന്ന സർക്കിളിനെയാണ് സർക്കിൾ എന്ന് പറയുന്നത്. That is circumcircle. Now here you can consider a triangle here, and I just draw 2 perpendicular bisectors, and I just draw a circumcircle. Perpendicular bisectors വരച്ചു, എന്നിട്ട് ഒരു സർക്കംസർക്കിൾ വരച്ചു. ഇവിടെ നോക്കിക്കോ, ഈ സർക്കിളിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത്, അതായത് സർക്കം സെൻറ്റർ എന്ന് പറയുന്നത് ഈ ട്രയാങ്കിളിനകത്താണ് കിട്ടുന്നത്. ഈ ട്രയാങ്കിളിലെ എല്ലാ ആംഗിൾസും 90ൽ കുറവാണ്. എല്ലാ ആംഗിൾസും അക്യൂട്ട് ആംഗിളാണ്, 90ൽ കുറവാണ്. അങ്ങനെയാണെങ്കിൽ സെൻറ്റർ ട്രയാങ്കിളിനകത്തായിരിക്കും. If all the angles of a triangle are acute angle or less than 90, then circumcenter is inside the triangle. ഒരു ട്രയാങ്കിളിലെ എല്ലാ ആംഗിൾസും 90നേക്കാൾ കുറവാണെങ്കിൽ സർക്കം സെൻറ്റർ എപ്പോഴും ട്രയാങ്കിളിൻ്റെ ഇൻസൈഡിലായിരിക്കും. നെക്സ്റ്റ് വൺ ഈസ്, ഹിയർ യു ക്യാൻ സി വൺ ആംഗിൾ ഈസ് ഗ്രേറ്റർ ദാൻ 90. ഇതിലൊരു ആംഗിൾ ഗ്രേറ്റർ ദാൻ 90 ആണ്, എല്ലാ ആംഗിളും ലെസ് ദാൻ 90 അല്ല. നൗ ഐ ജസ്റ്റ് ഡ്രോ 2 പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ്. 2 സൈഡിന് പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് വരച്ചാൽ അത് മീറ്റ് ചെയ്യുന്നത് ഈ പോയിന്റിലാണ്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഇതാണ് സർക്കിളിൻ്റെ സെൻറ്റർ. അതുപയോഗിച്ച് നമുക്ക് സർക്കിൾ വരക്കാം. ഈ
3 വെർട്ടിസിലൂടെയും പാസ് ചെയ്യും. ഇവിടെ സർക്കംസെൻഡർ ഈസ് ഔട്ട്സൈഡ് ദ ട്രയാങ്കിൾ. ഈ കേസിൽ സർക്കംസെൻഡർ ട്രയാങ്കിളിന് പുറത്താണ്, കാരണം ഇതിൽ ഒരു ആംഗിൾ 90യേക്കാൾ കൂടുതലാണ്. സോ ഇഫ് വൺ ആംഗിൾ ഈസ് more than 90, then the circumcenter is outside the circle. ഇനി ഒരു ആംഗിൾ 90 ആയാൽ, അതായത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയാൽ എന്താ സംഭവിക്കും? സോ draw the first perpendicular bisector, draw the second perpendicular bisector. They meet at a point here. That point is the midpoint of the hypotenuse. അങ്ങനെ ഒരു റൈറ്റ് ആംഗിൾ ആണെങ്കിൽ നമുക്ക് എപ്പോൾ പറയാം ഹൈപ്പോട്ടനസിൻ്റെ മിഡ് പോയിൻ്റ് ആയിരിക്കും സർക്കംസെൻഡർ. ഇത് ഉപയോഗിച്ച് നമുക്ക് സർക്കിൾ വരക്കാം. അതായത് ഇതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് ഹൈപ്പോട്ടനസിൻ്റെ പകുതിയായിരിക്കും. സോ ഹിയർ ദ സർക്കംസെൻഡർ ഈസ് ദ മിഡ് പോയിൻ്റ് ഓഫ് ദ ഹൈപ്പോട്ടനസ് ആൻഡ് ദ റേഡിയസ് ഈസ് circumradius or radius of the circle is half of the hypotenuse. These are the 3 cases of the triangle: acute triangle, obtuse triangle and right angle triangle. Now there is a question here. Draw a triangle with sides 4-5 centimeter and angle between them is 60, 90 and 120. Draw the circumcircle of each. So first draw the triangle of sides 4-5 centimeter and the angle between them. So first draw a 5 centimeter line. Draw a 60-degree angle, then draw a 4 centimeter. So first is sides are 4-5 centimeter and angle is 60 degree. That's the first case. Now join, you will get a triangle here. Now you have to find out the center of the circle. Draw perpendicular bisectors for the sides. ഏതെങ്കിലും 2 സൈഡ് എടുക്കുക, ആ 2 സൈഡിന് പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് വരയ്ക്കുക. ഞാനിപ്പോൾ ഈ 4 സെൻറ്റിമീറ്ററുള്ള സൈഡ് എടുത്തു, അതിനൊരു പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് വരച്ചു. ഇത് വരയ്ക്കുന്നത് കോമ്പസ് ഉപയോഗിച്ചാണ്. കോമ്പസ് ഉപയോഗിച്ച് ഇതിൻ്റെ പകുതിയേക്കാൾ കൂടുതൽ അളന്നെടുക്കുക. എന്നിട്ട് ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുക, ഇവിടെയും ആർക്ക് വരയ്ക്കുക, അതുപോലെ ഈ പോയിന്റിൽ നിന്ന് ആർക്ക് വരയ്ക്കുക. ആ രണ്ടും മീറ്റ് ചെയ്യുന്നത് ജോയിൻ ചെയ്ത് വരയ്ക്കുക. അതേപോലെ ഞാൻ ഈ സൈഡിനും ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചു. അത് രണ്ടും ഇവിടെ മീറ്റ് ചെയ്യുന്നുണ്ട്. അതുപയോഗിച്ച് ഒരു സർക്കിൾ. ദിസ് ഈസ് ദ ഫസ്റ്റ് കേസ്. 4 centimeter, 5 centimeter and angle is 60 degree. So this is the way we can draw the circle.